വളരെ സന്തോഷമുള്ളതാണ് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ അത് കുറേ പറയേണ്ടതാണ്. നമ്മൾ ആഗ്രഹിച്ചൊരു ഭക്ഷണം കഴിക്കാൻ നമുക്ക് സന്തോഷം ഉണ്ടായിരിക്കും. ഉറക്കം വരുമ്പോൾ നന്നായി ഗാഢമായി ഉറങ്ങിയാൽ സന്തോഷമുണ്ടായിരിക്കും. നമുക്ക് കാണാൻ ഇഷ്ടമുള്ളവരെ കാണുമ്പോൾ സന്തോഷമുണ്ടായിരിക്കും. പക്ഷേ ഈ സന്തോഷങ്ങളൊന്നും ശരിയായി അനുഭവിക്കാൻ കഴിയാത്ത ചില ഹതഭാഗ്യരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. എല്ലാ സന്തോഷങ്ങളും അനുഭവിക്കാനുണ്ട്, പക്ഷെ അത് അനുഭവിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അതാരാണെന്ന് ഒരു പക്ഷേ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒരു സന്തോഷം, എന്നും ആഘോഷമുള്ള ഒരു ജീവിതമാക്കി മാറ്റാൻ സാധിച്ചേക്കും. ഞാൻ ആദ്യം ഒരു അനുഭവം പറഞ്ഞ് തുടങ്ങണം എന്നാണ് ആരും. കുറേ ആളുകൾ ഇപ്പോഴും എന്നെ ശ്രദ്ധിക്കണില്ല. ഞങ്ങൾ സദസ്സൊക്കെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും ഭൂരിപക്ഷം ആളുകളും കേൾക്കുന്നത് കൊണ്ട് ഞാൻ പറയാം. ഇടയിലൊക്കെ ഒന്ന് രണ്ട് ആൾക്കാർ സംസാരിക്കണ പോലെ തോന്നുന്നുണ്ട് എനിക്ക്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഇതേപോലൊരു സന്തോഷം കിട്ടുക എന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്തു വെച്ചാൽ ഒരു യാത്ര പോയി. അപ്പോൾ ആ യാത്ര പോയി കഴിഞ്ഞപ്പം ഒരു ടൂറെന്ന് പറയാം. ടൂറ് പോകാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ഒരു ടൂറ് പോകണം എന്നുള്ളതിന് പോയതല്ല. നമ്മുടെ ഈ ഇടുക്കി ഭാഗത്ത് വിസ്ഡം ഗേൾസിൻ്റെ തന്നെ ഒരു ജാലകം പ്രോഗ്രാമുണ്ട്. അതിലൊരു ഫാക്കൽറ്റി ആയിട്ട് പോകണം എന്ന് പറഞ്ഞപ്പോൾ ഏതായാലും ഇടുക്കി പോവല്ലേ, അപ്പോൾ കുടുംബത്തൊക്കെ കൂട്ടി അതൊരു ടൂറാക്കാം എന്ന് വിചാരിച്ചതാണ്. അങ്ങനെ പോയി. പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്ത് ചോദിച്ചാൽ ടൂർ പോകുക എന്ന് പറഞ്ഞാൽ അന്നത്തെ രാത്രി ഒരു നല്ല സന്തോഷമുള്ള ഒരു സ്ഥലത്ത് താമസിക്കുക എന്നുള്ളതാണല്ലോ ടൂറിൻ്റെ ഒരു ഭാഗം. അപ്പോൾ ആ നിലക്കൊരു സ്ഥലം തിരഞ്ഞെടുത്ത് ഒരു റിസോർട്ട് പോലെ തോന്നിക്കാവുന്ന ഒരു സ്ഥലത്ത് താമസിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ ഈ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് പോയത്. ആ ബുക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ കാണാത്തൊരു സ്ഥലത്ത് നമ്മളൊരു ബുക്കിംഗ് നടത്തി നമ്മൾ ആദ്യമായി വാഹനത്തിൽ അവിടെ ചെന്ന് ഇറങ്ങണം. അപ്പോൾ ഇറങ്ങിയപ്പോൾ എന്ത് ചോദിച്ചാൽ ഈ റിസോർട്ടിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇറങ്ങണ മുമ്പ് കാണൂല. കാരണം അത് കെട്ടിടത്തിൻ്റെ പിറകുവശത്തൊക്കെയാണ് അതിൻ്റെ സ്വിമ്മിംഗ് പൂള്, മറ്റ് ഗാർഡൻ സംവിധാനങ്ങളൊക്കെ അപ്പുറത്താണ്. അപ്പോൾ അത് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് കാണൂല. അപ്പോൾ ഈ ഇറങ്ങി അവിടെ നിന്നപ്പോൾ ഇതെന്തോ ഒരു ഇത്രയും പൈസയൊക്കെ കൊടുത്ത് വന്നിട്ട് ഇതൊരു വലിയൊരു ചതിയായി പോയോ എന്ന് വെറുതെ മനസ്സിൽ അങ്ങനെ തോന്നി. അപ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ച് സമയമൊക്കെ ഇങ്ങനെ നിന്നപ്പോൾ ആ റൂം ബുക്ക് ചെയ്ത ആളോടൊരു ഒന്നൊരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിച്ച് എന്താണ് ഇത്, പിന്നെ വിചാരിച്ച പോലെ ഒരു സൗകര്യമില്ലാത്ത പോലെ തോന്നുന്നു. അപ്പോൾ അദ്ദേഹം വിശദീകരിച്ച് തന്നു. പിന്നെ അവിടെ കുറച്ച് സമയം നിന്ന് അതൊക്കെ ഒന്ന് പരിചയപ്പെട്ടപ്പോൾ അത് വളരെ നമ്മൾ കൊടുത്ത പണത്തിലേറെ മൂല്യമുള്ളതും സൗകര്യമുള്ളതും. പക്ഷെ അത് ആദ്യ സമയത്ത് നമുക്ക് മനസ്സിലായി. അപ്പോൾ വളരെ ചെറിയ രൂപത്തിൽ, അത്ര നെഗറ്റീവായിട്ടൊന്നുമില്ല, ചെറുതായിട്ടൊരു അസംതൃപ്തിയുള്ള പോലെ ചിലപ്പോൾ ആ റൂം ബുക്ക് ചെയ്ത് തന്ന ആൾക്ക് തോന്നിയേക്കും നമ്മുടെ ഫീഡ്ബാക്ക് കേൾക്കുമ്പോൾ. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ വളരെ സ്വസ്ഥമായി വേറെ ഒരു പ്രശ്നമില്ലാതെ വളരെ സമാധാനത്തിൽ നിൽക്കാവുന്ന ആ ഒരു രാത്രിയിൽ ഇതന്നെ മനസ്സിൽ അയാളോട് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല. എന്തിനായാലും അങ്ങനെ ചോദിച്ചത്, അയാൾക്കൊരു വിഷമായോ, ഇത് ചിന്തിച്ചിട്ട് സത്യത്തിൽ അവിടുത്തെ ആ താമസത്തിൻ്റെ സന്തോഷം തന്നെ മനസ്സിലൊരു കാർമേഘം പോലെ ഒരു പ്രയാസമായി മാറി. പിന്നെ അയാൾ വിളിച്ചു, ഒരു വിഷയമല്ല, നിങ്ങൾ വിചാരിച്ചതിലേറെ ഉത്താഷാറാണെന്നൊക്കെ പറഞ്ഞെങ്കിലും ഒരു ചെറിയൊരു നെഗറ്റീവ് അയാളോട് പറഞ്ഞോ എന്നുള്ള ഒരു തോന്നൽ മാത്രം മനസ്സിന് വല്ലാത്ത വിഷമമുണ്ടാക്കി. അപ്പം ഞാനതിവിടെ പറഞ്ഞ എന്താ വെച്ചാൽ, മനുഷ്യന്മാരല്ലേ, എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ നമ്മളെത്തൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. ഒരു തെറ്റ്, ഞാനൊരു തെറ്റ് ചെയ്തു, അത് ശരിയല്ല എന്ന് മനസ്സിന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് നമുക്കൊരു സ്വൈരം തരൂല. മാത്രമല്ല ഒരു സന്തോഷത്തെയും അനുഭവിക്കാൻ ആ മനസ്സ് നമ്മളെ അനുവദിക്കില്ല. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരു തെറ്റൊക്കെ ചെയ്താൽ അതിൻ്റെ കുറ്റബോധം സഹിക്കവയ്യാതെ ചിലപ്പോൾ ആളുകൾ ആത്മഹത്യ ചെയ്യും, സൂയിസൈഡ് ചെയ്യും. അത്രമാത്രം ഒരു തെറ്റ് മനുഷ്യൻ്റെ ജീവിതത്തെ അസ്വസ്ഥമാക്കുന്നതാണ്. ഇപ്പം ഈ ഇരിക്കുന്ന നിങ്ങളൊന്നും ചിലപ്പോൾ വിവാഹം കഴിഞ്ഞ ആളുകളാവില്ല, വല്ല ജോലിയോ ടെൻഷനോ ബുദ്ധിമുട്ടോ ഒന്നുമുള്ള ആളുകളാവില്ല. പക്ഷെ നിങ്ങൾക്കൊക്കെ ടെൻഷൻ ഉണ്ടാവും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ ഇരുന്നാലും ഏത് സന്തോഷവേളകളിലും നമ്മുടെ മനസ്സ് നമ്മളെങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, എന്തിനാ ചെയ്തത്, നീ ആൾ ശരിയല്ലല്ലോ, അത് ഉമ്മ അറിഞ്ഞാൽ എന്താണ്, വാപ്പ അറിഞ്ഞാൽ എന്താണ്, മതപരമായി അത് പറ്റാത്തൊരു കാര്യമാണല്ലോ,
എന്നിങ്ങനെ നമുക്ക് തോന്നിക്കൊണ്ടിരിക്കും. ഇങ്ങനെ നമ്മൾ കുറ്റബോധം എന്ന് പറയാം. ആ കുറ്റബോധം ഭയങ്കര തീവ്രമാണ്. ഒരു പക്ഷെ അത് സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ നമുക്കതൊരു മാനസിക പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരും. ചിലപ്പോൾ ലോകത്തിന് അങ്ങനെ ചെയ്ത ആളുകളുണ്ട്. ചില കൊലപാതകങ്ങൾ സംഭവിച്ച ആളുകൾ, ചില അബദ്ധങ്ങൾ ചെയ്ത ആളുകളൊക്കെ അവസാന കാലത്ത് അവർ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്, ആ കുറ്റബോധം താങ്ങാഞ്ഞിട്ട്. ഈ കുറ്റബോധത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ശരിക്കും നരകമുണ്ട് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു തെളിവാണ് ഈ കുറ്റബോധം. നമുക്ക് പേടിയില്ലെങ്കിൽ നമ്മുടെ മനസ്സിന് പേടിയുണ്ട്. നമ്മുടെ മനസ്സിനറിയാം എന്ത് ഒരു നരകമുണ്ട്, അതിതീവ്രമായ ഒരു നരകമുണ്ട് എന്ന് മനസ്സിനറിയാം. അപ്പം ഞാൻ ഇത്രയും വലിയൊരു അപകടത്തിലേക്കാണല്ലോ പോകുന്നത് എന്ന് നമ്മുടെ മനസ്സ് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സ്വസ്ഥതയും കിട്ടില്ല. നമ്മൾ നല്ല നല്ല സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളൊരു മോശപ്പെട്ടൊരു നോട്ടം, ഒരു ആൺകുട്ടിയെ നമ്മൾ എന്ത് ചെയ്തു, ഒരു മോശമായൊരു നോട്ടം നോക്കി എന്ന് വിചാരിക്കും. അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി നോക്കി, ആ നോട്ടം തെറ്റായൊരു നോട്ടം നോക്കി കഴിയുമ്പോഴേക്കും നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം അവിടെ കേടും, അണഞ്ഞു പോകും. അതുവരെ നമുക്കുണ്ടായിരുന്ന ഒരു മാനസിക സന്തോഷം ആ നിമിഷം നിന്നു പോകും. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങളിലൊക്കെ എന്നിലൊക്കെ നിങ്ങൾ സംഭവിക്കുന്ന ചില തെറ്റുകൾ നമ്മളെ എത്രമാത്രം നമ്മുടെ ജീവിതത്തിൻ്റെ ആസ്വാദനത്തെയും എൻജോയ്മെൻറ്റിനെയും ആ സന്തോഷങ്ങളെയൊക്കെ കെടുത്തിക്കളയുന്നുള്ളത് ആലോചിച്ച് നോക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഈ സമ്മേളനത്തിൽ നിങ്ങൾ പങ്കെടുത്ത് ഇവിടെ നിങ്ങളൊരു തീരുമാനം എടുക്കണം, പരമാവധി തെറ്റുകളെ കുറക്കാൻ തീരുമാനിച്ചാൽ ഒരു പക്ഷേ ഇവിടേക്ക് വരുന്നതിനേക്കാളും ആഹ്ലാദകരമായിരിക്കും ഈ സമ്മേളനത്തിന് ശേഷമുള്ള നിങ്ങളുടെ ജീവിതം എന്നുള്ളതാണ്. പലപ്പോഴും ഞാൻ ചിന്തിക്കും, എല്ലാ തെറ്റുകളും, ചില തെറ്റുകൾ ചില നിമിഷങ്ങളൊക്കെ കണ്ട് അവസാനിക്കും, ചില തെറ്റുകൾ ജീവിതത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഉദാഹരണം പറയാം, നിങ്ങളൊക്കെ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ക്ലാസ്സിലുള്ള വല്ല ആൺകുട്ടികളെയും പരിചയപ്പെടുത്തി, ഒരു ഫ്രണ്ട്ഷിപ്പിലൊക്കെ പരിചയപ്പെട്ട് അത് പിന്നെ ഒരു സൗഹാർദ്ദമായി വളർന്ന് അതൊരു അഫെയറായി, ഒരു ബെസ്റ്റിയായി, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടായി വളർന്നു വന്നാൽ പിന്നെ നമ്മൾ ഇവനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കും. അവന് മെസ്സേജ് അയക്കും, അവരോട് ചോദിക്കും, അവനെ കാണാൻ ആഗ്രഹിക്കും, അവരോട് സംസാരിക്കും. ഇതൊക്കെ തെറ്റാണല്ലോ. ഒരു അന്യപുരുഷനോട് ഒറ്റയ്ക്ക് ഇരിക്കാൻ പാടില്ല, ഒറ്റയ്ക്ക് സംസാരിക്കാൻ പാടില്ല, നമ്മൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാൻ പാടില്ല. ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താ പറയുക, ഓരോ തെറ്റും ഓരോ കുറ്റബോധങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാക്കും. അവസാനം മനസ്സ്, ഹൃദയം മുഴുവൻ എന്ത് ചെയ്യുന്ന കറുകറി തെറ്റുകളെല്ലാം കറുകറുത്ത പുള്ളികളായി മാറി ഹൃദയത്തിൻ്റെ എല്ലാ വെളിച്ചവും കെട്ട് എന്തോ ഒരു പേടി, എന്തോ ഒരു ആശങ്ക, എന്തോ ഒരു ബേജാറ്, നമുക്ക് തന്നെ മനസ്സിലാകാൻ പറ്റാത്ത എന്തോ ഒരു അസ്വസ്ഥത നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വരും. നമുക്കൊന്നും സന്തോഷിക്കാൻ പറ്റൂല, ഒന്നും അനുഭവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. അതൊന്ന്. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഈ തെറ്റുകൾക്കുള്ള രണ്ടാമത്തെ ഏറ്റവും വലിയ അപകടം എന്ന് പറഞ്ഞാൽ ഓരോ തെറ്റും നമ്മളെ വലിയ അപകടങ്ങളിലേക്ക് നയിക്കും. അതിൽ വീണിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഞാനൊരു അപകടത്തിൽ പെട്ടല്ലോ എന്ന് ആലോചിക്കുക. ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അപകടങ്ങളിലേക്ക് എത്തും. കാരണം നോ എന്ന് എഴുതി വെച്ച, പ്രവേശനമില്ല എന്ന് എഴുതി വെച്ച ഒരു സ്ഥലത്ത് നമ്മൾ പ്രവേശിച്ചാൽ എന്താ സംഭവിക്കുക? പണ്ട് മലമ്പുഴയിൽ പോയ ഒരാളുണ്ട്, ഒരു ബാബു എന്ന് പറഞ്ഞ ഒരാൾ മലമ്പുഴ പോയി. അപ്പോൾ അവിടെ ട്രെക്കിങ്ങിന് വേണ്ടി മല കയറുമ്പോൾ ആ സമയത്ത് കയറാൻ പാടില്ല, അങ്ങോട്ടേക്ക് പോകാൻ പാടില്ല. പക്ഷെ അയാളൊക്കെ എന്ത് ചെയ്ത് ഒഴിവാക്കിയിട്ട് അയാൾ കയറി കഴിഞ്ഞ് കുറേ ട്രെക്കിങ് മുകളിലെത്തി കഴിഞ്ഞപ്പോൾ അയാൾ എന്ത് വെച്ചാൽ അവിടുന്ന് വീണിട്ട് ഒരു പാറ ഇടുക്കിൽ 40 മണിക്കൂറാണ് അയാൾ നിൽക്കേണ്ടി വന്നത്. 40 മണിക്കൂർ വെള്ളവും ഭക്ഷണവും ഇല്ലാതെ അയാളതിൽ കുടുങ്ങി. പിന്നെ അവിടുന്ന് രക്ഷപ്പെടാൻ അയാൾ എന്ത് ചെയ്തു, പിന്നെ സൈന്യമൊക്കെ വന്ന് ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയിട്ടാണ് അയാൾ അതിന്ന് കൊണ്ടുപോയത്. അള്ളാഹു നമ്മളോട് വിരോധിച്ച തെറ്റെന്ന് പറയാവുന്ന ഏത് കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അപകടങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തെറ്റുകൾ സാരമില്ല എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്താൽ നമ്മൾ എത്തിപ്പെടുന്നത് വളരെ വലിയ അപകടമായിരിക്കും. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ തെറ്റ്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ സന്തോഷവും ജീവിതം തന്നെ നശിപ്പിച്ച് കളയുന്ന തെറ്റ്, നിങ്ങളുടെ കൂടെ പഠിക്കുന്ന, നിങ്ങളറിയുന്ന കുടുംബത്തിലോ ബന്ധത്തിലോ കോളേജിലോ സ്കൂളിലോ ഉള്ള ഒരു ആൺകുട്ടിയുമായി നിങ്ങൾ ഉണ്ടാക്കുന്ന ഫ്രണ്ട്ഷിപ്പാണ്. യാതൊരു സംശയം വേണ്ട. അങ്ങനത്തെ ആരെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്തിപ്പെട്ടത് ഒരു തെറ്റിലൂടെ ഒരു വലിയ ദുരന്തത്തിലാണ്. അതിൽ യാതൊരു സംശയമല്ല. കാരണം എന്താ പറയുക, ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ അത് ഒരാണിന് പെണ്ണിനോടൊപ്പവും ഒരു പെണ്ണിന് ആണിനോടൊപ്പവുമുള്ള ജീവിതമാണ്. ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടെങ്കിൽ, ഒരു പെൺകുട്ടിയായിട്ടൊരു സുഹൃത്തുണ്ടെങ്കിൽ, ആ കുട്ടിയെ കാണുമ്പോഴും നിങ്ങളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോഴും നിങ്ങളുടെ സന്തോഷങ്ങൾ പങ്കുവെക്കുമ്പോഴും നിങ്ങളുടെ വിഷമങ്ങൾ പറയുമ്പോഴൊക്കെ നിങ്ങൾക്ക് എന്തൊരു സന്തോഷവും എന്തൊരു സമാധാനം ഉണ്ടായിരിക്കും. എന്നാൽ അതൊരു ആണിനോടാവുമ്പോൾ, ഒരു പെണ്ണ് ആണിനോട് പറയുമ്പോൾ
അതിൽ കിട്ടുന്ന സമാധാനം വളരെ വലുതാണ്. ഒരാണിനും ഒരു പെണ്ണിനും, ആണും പെണ്ണും പരസ്പരം കാര്യങ്ങൾ പറയുമ്പോൾ കിട്ടുന്ന ആനന്ദം വളരെ വലുതാണ്. നമുക്കൊരു പ്രായപൂർത്തിയായി കഴിഞ്ഞ് ഒരാണിലേക്കൊരു ആകർഷണീയത, ഒരു പെണ്ണിലേക്കൊരു താല്പര്യം തോന്നുന്ന സമയത്ത് അങ്ങനെയുള്ള ഒരു കൂട്ട് എന്ന് പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷം നൽകും. അതൊരു പക്ഷേ പ്രേമിക്കുന്ന ആളുകൾക്ക് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും, അല്ലാത്തവർക്ക് വിവാഹത്തിലൂടെ മനസ്സിലാക്കാൻ പോകുന്നൊരു യാഥാർത്ഥ്യം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങളെ നന്നായി സംരക്ഷിക്കുന്ന, നിങ്ങൾക്കെല്ലാം പറയാൻ പറ്റുന്ന, നിങ്ങളെ അതിയായി സ്നേഹിക്കുന്ന ഒരു ഭർത്താവ്, അതാണ് മരണം വരെ നിങ്ങൾക്ക് ഈ ലോകത്ത് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. അത് ജോലിയല്ല, നിങ്ങളെ ഡിഗ്രി അല്ല, നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. ആ സെലക്ട് ചെയ്ത് നല്ലൊരാളെ കൂടെ ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ജീവിതം കൊണ്ട് തന്നെ നമുക്ക് അനുഭവിക്കാവുന്ന സന്തോഷങ്ങൾ പലതും നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ആർക്കാണത് കിട്ടാത്തത്? നിങ്ങൾ ആലോചിക്കേണ്ടത്, അങ്ങനത്തെ ഒരു പുരുഷനെ നമ്മൾ സെലക്ട് ചെയ്യണം, നമ്മൾ കണ്ടുപിടിക്കണം. ആ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും പ്രേമിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളതല്ല. ഒരു അറേഞ്ച്ഡ് മാരേജ് ഒരു സമയം വരുമ്പോൾ, പ്രത്യേകിച്ച് ഒരാണും നമ്മളെ മനസ്സിലില്ല, വരുന്ന ആളുകളിൽ കാണാൻ ഭംഗിയുള്ള, മതബോധമുള്ള, വിദ്യാഭ്യാസമുള്ള, ജോലിയുള്ള, എല്ലാ യോഗ്യതയുമുള്ള ഒരാളെ അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പോൾ ഒരാളെ അന്വേഷിക്കുകയാണെങ്കിൽ വെറുതെ നിങ്ങൾ അയാളെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലൊക്കെ കയറിയിട്ട് അയാൾ എന്താണ് കേൾക്കുന്നത്, എന്താണ് ഷെയർ ചെയ്യണത്, എന്ത് ഫോട്ടോസാണ് അയാൾ ഷെയർ ചെയ്തതെന്ന് നോക്കിയാൽ ഒരാളെ മനസ്സിലാക്കാൻ പെട്ടെന്ന് പറ്റും. ഒരാളെ മനസ്സിലാക്കാൻ നമുക്ക് പെട്ടെന്ന് പറ്റും. നമ്മൾ ഒരാളെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അയാളെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ജീവിതം എന്ത് ചെയ്യും, നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ പറ്റും. നിങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ മാത്രമേ നിങ്ങൾ വിവാഹം കഴിക്കേണ്ടതുള്ളൂ. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളെ നിർബന്ധിച്ച് നിങ്ങളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചാൽ ആ വിവാഹം തന്നെ സാധുവാകുമോ, ആ വിവാഹം ശരിയാകുമോ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ ഭിന്നതയുണ്ട്. അതുകൊണ്ട് നമുക്കിഷ്ടപ്പെട്ട ഒരാളെ വിവാഹം കഴിക്കാൻ നമുക്ക് പറ്റും. പക്ഷേ ആ ഭാഗ്യമില്ലാത്തത് ആർക്കാണെന്നറിയോ? ആർക്കാണ്? മുൻകൂട്ടി എവിടെന്നെങ്കിലുമൊക്കെ വായ നോക്കി നിൽക്കുന്ന, സ്കൂളിലോ കോളേജിലൊക്കെ ഗേറ്റിങ് പെൺകുട്ടികൾ അങ്ങനെ കാത്തു നിൽക്കുന്ന, അങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ പൂവാലന്മാരായ ആൾക്കാരെ കെണിയിൽ പെട്ടുപോകുന്ന ആളുകളാണ് ആ ഏറ്റവും വലിയ ഭാഗ്യമില്ലാത്ത ആളുകൾ. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു സങ്കടം തോന്നുന്ന കാര്യം എന്താ വെച്ചാൽ, നമ്മളൊരാൾ പറ്റിക്കാൻ പാടില്ല. നമ്മൾ നല്ല ബുദ്ധിയുള്ള ആൾക്കാരല്ലേ, നമ്മളെ പറ്റിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞത്, ഈ ആൺകുട്ടികൾ എപ്പോഴും ഒരു പെൺകുട്ടിനെ അവൻ ആവശ്യമാണ്, വർത്തമാനം പറയാനും കൊണ്ടുനടക്കാനും ഒക്കെ ഒരാളുമാണ്. പക്ഷെ അതിന് വേണ്ടി ഒരു പെൺകുട്ടിയെ അവൻ അന്വേഷിക്കുമ്പോൾ അത് നമ്മളാവാൻ പാടില്ല. നമ്മളെ ചൂഷണം ചെയ്യാം. യാതൊരു അധ്വാനം, യാതൊരു ചെലവില്ലാതെ ഒരു പെൺകുട്ടിനെ തൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ മിസ്യൂസ് ചെയ്യാം. അതിന് നിന്ന് കൊടുക്കുന്ന ഒരാളെക്കാളും നഷ്ടക്കാരാരാണ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അഫെയർ ഇല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ ക്യാമ്പസിലോ കോളേജിലോ എവിടെയെങ്കിലുമൊക്കെ ഒരു സ്ഥലത്ത് മാറി ഒരു ആൺകുട്ടിൻ്റെ കൂടെ ഒരു പെൺകുട്ടി നിൽക്കണുണ്ടാൽ നമ്മളെന്താ ആലോചിക്കുന്നുണ്ടെങ്കിൽ, നമ്മളൊക്കെ ഇപ്പോൾ കോളേജിൽ പഠിപ്പിക്കുന്ന ആൾക്കാരാണ്, കോളേജിലൊക്കെ അങ്ങനെ കുട്ടികളെ കണ്ടാൽ അവളെ ഇവൻ എന്ത് ചെയ്തല്ലോ, പറ്റിച്ചല്ലോ എന്നാണ് നമ്മൾ വിചാരിക്കുക. ആ കെണിയിൽ പെട്ടുപോയില്ലേ, അവൻ്റെ എല്ലാ ആവശ്യങ്ങൾക്ക് നിന്ന് കൊടുക്കുന്ന ഒരു കെണിയിൽ അവൾ അകപ്പെട്ടു പോയി എന്നുള്ളതാണ്. ഒരു പക്ഷേ നല്ല സ്റ്റാൻഡേർഡായി നല്ല വിദ്യാഭ്യാസമുള്ള നമ്മൾ പെട്ടുപോകാൻ പറ്റാത്ത ഒരു കാര്യമാണ്. പല പല ബുദ്ധിമുട്ടുകളും ഉള്ളതാണ് അഫെയർ എന്ന് പറഞ്ഞാൽ. പല പല അപകടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. ഞാൻ പറയും, പലപ്പോഴും ഈ അഫെയറിൽ പെട്ടുപോകുന്ന പെൺകുട്ടികൾ അതിലൂടെയൊക്കെ വിവാഹത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ വല്ലാതെ ബുദ്ധിമുട്ടും. കാരണം നമുക്കൊരു വില ഉണ്ടാവില്ല, നമുക്കൊരു വാല്യൂ ഇല്ലാതെ ആവും. അതെന്തുണ്ടറിയോ? കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ കല്യാണം കഴിച്ച് കൊണ്ടുപോയ വീട്ടുകാരെന്താ പറയാറ്? നിങ്ങൾ അവൻ്റെ വാപ്പിയമ്മയും പറയും, ഇവൻ്റെ കൂടെ വലിഞ്ഞു കയറി വന്നതല്ലേ. കാരണം അവർ സെലക്ട് ചെയ്തതല്ല, അവർ നമുക്കൊരു വിലയും കൽപ്പിക്കൂല. രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ വീട്ടുകാർ വേണ്ടാന്ന് പറഞ്ഞൊരു വിവാഹം നമ്മൾ നിർബന്ധം പിടിച്ച് നടത്തിയതാവുന്നതുകൊണ്ട് ഭർത്താവിൻ്റെ അടുക്കുന്നോ ഭർത്തൃ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ട് നമ്മളത് വീട്ടിൽ വന്ന് പറയുകയാണെങ്കിൽ വീട്ടുകാർ പറയും, എന്താ പറയാ, നീ ഇറങ്ങിപ്പോയതല്ലേ, നീ അവൻ്റെ കൂടെ പോയതല്ലേ, നീ അനുഭവിച്ചോ. നമുക്ക് അവരോട് പറയാൻ പറ്റൂല. നമ്മൾ ഒറ്റപ്പെട്ടു പോവുകയാണ്, ഏകാന്തമായി പോവുക. കുറച്ച് മുന്നോട്ട് പോയി ഈ ആണുങ്ങളുടെ സ്വഭാവം എന്താ വെച്ചാൽ, ഓരും കുറച്ച് ബുദ്ധിമുട്ട് നമ്മൾ പറയുമ്പോൾ നിനക്ക് പറ്റുമെങ്കിൽ നീ പോയിക്കോ പറയും. ഏത് വലിയ സ്നേഹവും പ്രേമൊക്കെ പറഞ്ഞ ആൾക്കാരാണ്, നിനക്ക് പറ്റില്ലെങ്കിൽ നീ പോയിക്കോ എന്ന് പറയും. അവസാനം തരുമോ, നമ്മൾ മാത്രം നമ്മുടെ ഉത്തരവാദിത്തത്തിലാകുന്ന ഒരവസ്ഥ ഉണ്ടാവും. ആൺകുട്ടികൾ പലപ്പോഴും കൈയൊഴിയും. പ്രേമൊക്കെ അതിൻ്റെ മൂർധന്യതയിലെത്തി വീട്ടിലൊക്കെ എത്തി പ്രശ്നമാവുകയാണെങ്കിൽ ആണുങ്ങൾ എന്താ പറയാ അറിയോ, അവൾക്കാണ് വാശി,
അവൾ ഒഴിവാകുകയാണെങ്കിൽ ഞാൻ ഒഴിവാകാം. ഒരു പക്ഷേ നിങ്ങൾ ചിലപ്പോൾ കിട്ടണം അവൻ ഒഴിവാകുകയാണെങ്കിൽ അതിനകത്തെന്താ എല്ലാ ഉത്തരവാദിത്വവും എല്ലാ കുറ്റവും നമ്മുടെ മേർക്കിട്ടുകൊണ്ട് ബാക്കിയുള്ളവർ മാറും. അതുകൊണ്ട് ജീവിതത്തിൽ വലിയ പ്രതിസന്ധിയാണ് അഫയറുകളും പ്രേമങ്ങളും നമുക്കുണ്ടാകുന്നത്. അപ്പം എന്നോട് സാധാരണ ചോദിക്കുന്നത് ഒരു സ്നേഹമല്ലേ, ഒരു ഇഷ്ടമല്ലേ, അതിൽ വേറെന്താ ഉള്ളതെന്ന് ചോദിക്കും. ഇത് ഇഷ്ടമാണോ സഹോദരിമാരെ? ഒരു പെണ്ണിനെ കിട്ടാനുള്ള ഇഷ്ടം എന്നതിൽ കവിഞ്ഞ് വേറെന്ത് ഇഷ്ടമാണ്? അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്ത് ഏലംകുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്ത് ചോദിച്ചാൽ ഒരു പെൺകുട്ടി അവളുടെ പ്രേമത്തെ എന്ത് ചെയ്തു, നിരസിച്ചു. അവനെ വേണ്ടാന്ന് പറഞ്ഞു. അവനൊരു അസമയത്ത് വീട്ടിൽ വന്ന് ഫസ്റ്റ് ഫ്ലോറിൽ കയറി അവളെ എന്ത് ചെയ്തു, കത്തി കൊണ്ട് കുത്തി കൊലപ്പെടുത്തി. ഇപ്പം എങ്ങനെ പ്രേമിക്കുന്നൊരു പെണ്ണിനെ കൊണ്ട് കുത്തി കൊലപ്പെടുത്താൻ പറ്റുക? നമ്മൾ ഈ പറയുന്ന സ്നേഹമാണെങ്കിൽ എങ്ങനെ പറ്റുക? ലോകത്ത് മറ്റാരെ കത്തി കൊണ്ട് കുത്തി കൊലപ്പെടുത്തിയാലും അവളെ കൊല്ലാൻ പാടുള്ളൂ. ഇന്നിപ്പോൾ എന്നോട് പറഞ്ഞൊരു പെൺകുട്ടി, ഞാൻ ഒരു ക്ലാസ് കഴിഞ്ഞ് വരികയാണ് വിഷനിൽ. അപ്പോൾ ഒരു പെൺകുട്ടിയോട് വന്നിട്ട് പറഞ്ഞു, എൻ്റെ കുടുംബത്തിലൊരു പെൺകുട്ടി അവൾക്ക് ഇങ്ങനെ അഫയർ ഉണ്ടായിരുന്ന അവൾ ഒഴിവാക്കിയപ്പോൾ എന്താ വെച്ചാൽ അവൻ്റെ ഭീഷണി. അവന് പഴയ ഫോട്ടോസ് എന്നോസ് ഉണ്ട്, ഞാൻ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും, നിന്നെ ഞാൻ ജീവിക്കാൻ അനുവദിക്കൂല, നിന്റെ വിവാഹം നടക്കുകയാണെങ്കിൽ ആ വിവാഹ പന്തലിൽ വന്ന് ഞാൻ കച്ചറ ഉണ്ടാക്കും. ഇതൊക്കെ ആരാ പറയണത്? ഇതാരാ പറയണത്? അവൾ ഏറ്റവും സ്നേഹിച്ചു എന്ന് വിചാരിക്കുന്ന ആളല്ലേ? ഇപ്പം എന്താ ഈ സ്നേഹം? ഈ സ്നേഹം എന്താണ്? നിങ്ങൾ ഇന്ന് അഫയർ ഉള്ള ഒരാൾ ഇന്നൊരു മെസ്സേജ് അയക്കാണ്, ഞാൻ ഇങ്ങനെ വിസ്ഡം ഗേൾസിൻ്റെ സമ്മേളനത്തിൽ പങ്കെടുത്തു, ഇത് തെറ്റായ കാര്യമാണ്, ഞാൻ ഈ തെറ്റിനില്ല എന്നൊരു മെസ്സേജ് അയച്ച് അവനെ ബ്ലോക്ക് ചെയ്താൽ പിന്നെ അവനെന്താ നിങ്ങളെ വിളിച്ച് ഭീഷണിപ്പെടുത്താണ്. നല്ലോണം ആലോചിച്ചോ. ഞാനും നീയുന്ന ഫോട്ടോസ് ഉണ്ട്, അത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യും, ഞാൻ നട്ടപ്പായരൊക്കെ വന്ന് ഞാൻ കശാപ്പ് ചെയ്യും, ഞാൻ എന്ത് ചെയ്യും, എൻ്റെ കൂട്ടുകാരെ കൂട്ടിയിട്ട് ഞാൻ നിന്നെ ആക്രമിക്കും, നീ സ്കൂളിൽ പോകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, നിന്നെ ഉപദ്രവിക്കും, ഞാൻ നിന്റെ മാനം കെടുത്തും, നിന്റെ ഫോട്ടോ മോർഫ് ചെയ്ത് ഞാൻ തെറ്റായി പ്രചരിപ്പിക്കും. ഇതൊക്കെ സ്നേഹമുള്ളവർ ചെയ്യും. അവിടെ സ്നേഹം എന്ന് പറയുന്നത് സെക്സ് മാത്രമാണ്, ഒരു പെണ്ണ് എന്നുള്ള നിലക്കുള്ള ഇഷ്ടം മാത്രം. അത് കിട്ടൂലെങ്കിൽ പിന്നെ ലോകത്തെ ഏറ്റവും വലിയ ശത്രു അവനാണ്. ഇത് നമ്മുടെ വാപ്പിയമ്മയും സ്നേഹിക്കുന്ന പോലെ, സുഹൃത്തുക്കൾ സ്നേഹിക്കുന്ന പോലെ, ജ്യേഷ്ഠാനുജന്മാർ സ്നേഹിക്കുന്ന സ്നേഹമല്ല. ആ സ്നേഹം നമ്മളൊരു പെണ്ണെന്ന നിലക്ക് മാത്രമുള്ള സ്നേഹമാണ്. അതെപ്പോൾ നിരസിക്കപ്പെടുന്നുവോ ലോകത്ത് നിങ്ങളായിരിക്കും അവരുടെ ഏറ്റവും വലിയ ശത്രു. അപകടമാണ് സഹോദരിമാർ. മെസ്സേജ് അയക്കാനൊന്നും പ്രശ്നമല്ല, പക്ഷെ അതിന് മുന്നോട്ട് പോയാൽ കിട്ടുന്ന ജീവിതം അപകടമാണ്. അത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യേണ്ടി വന്നാൽ പിന്നെ ഉണ്ടാകുന്ന ഭീഷണികൾ അത്രയും വലുതാണ്. അതുകൊണ്ട് ഇത്തരം അപകടങ്ങളിൽ പെട്ടുപോകാതിരിക്കാനാണ് നമ്മളോട് വാപ്പനെക്കാടും ഉമ്മനെക്കാടും ദയവും സ്നേഹമുള്ള പടച്ചോൻ നോ പറഞ്ഞ് നോക്കരുത് എന്നാണ്. കുല്ലിൽ മുഅ്മിനീൻ, വിശ്വാസിയാണോ പറയണം കണ്ണുകളെ താഴ്ത്താൻ. കുല്ലിൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസിനികളോട് പറയണം കണ്ണുകളെ താഴ്ത്താൻ. നോക്കാൻ പാടില്ല, ഒറ്റയ്ക്കാവാൻ പാടില്ല. ഒരു പുരുഷനുമായി നിങ്ങൾ ഒറ്റയ്ക്ക് ചാറ്റ് ചെയ്യാൻ പാടില്ല, മെസ്സേജ് അയക്കാൻ പാടില്ല. ഉണ്ടെങ്കിൽ വരാവുന്ന അപകടങ്ങൾ ഞാൻ പറഞ്ഞു. തെറ്റിൻ്റെ ഒരു അപകടം സന്തോഷമില്ലാതാക്കും. രണ്ടാമത്തെ പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ വരാവുന്ന എല്ലാ നല്ല നേട്ടങ്ങളെയും ഭാവിയെയും സന്തോഷങ്ങളെയും അത് തകർത്തെറിയും. ഒന്നും കൂടെ ഇപ്പോഴും എൻ്റെ പ്രസംഗം കേൾക്കാത്ത മൂന്നാളെ ഞാൻ ഇവിടുന്ന് കാണുന്നുണ്ട്. ഞാൻ കാണുന്നുണ്ട് സമ്മേളനത്തിൽ. മൂന്നാമത്തത് കൂടെ ഞാൻ പറയാം. മൂന്നാമത്തെ എല്ലാ തെറ്റുകൾക്കും അഡിക്ഷനുണ്ട്. നമ്മൾ തെറ്റ് ചെയ്താൽ തെറ്റ് അവസാനിപ്പിക്കല്ല ചെയ്യുക, തെറ്റുകൾ ഇങ്ങനെ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. തെറ്റുകൾ ചെയ്താൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. ഒരിക്കലും ഒരു പയ്യനെക്കുറിച്ച് അവൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞു, എൻ്റെ മോനൊരു കൗൺസിലിംഗ് വേണം. അപ്പോൾ അവനെന്താ പ്രശ്നം എന്നാണ്, അവനെന്താ നിങ്ങൾ അവൻ എല്ലാ സമയത്തും ഉറങ്ങുക ചെയ്യുക. എങ്ങനെ ഉറങ്ങുക വെച്ചാൽ സാധാരണ എല്ലാവരും ഉറങ്ങണ പോലെയല്ല ഉറങ്ങുക. ഒരു പുതപ്പെടുത്തിട്ട് അവൻ എന്ത് ചെയ്യുന്ന നിങ്ങൾ തലയിലിട്ട് മൂടും, എന്നിട്ട് ഇങ്ങനെ കിടക്കും. അപ്പം അത് പകലും ഉറങ്ങും, രാത്രി ഉറങ്ങും, എപ്പോഴും ഉറങ്ങാം. ഭക്ഷണത്തിന് വിളിച്ചാൽ എഴുന്നേൽക്കൂല, അങ്ങനെ ഉറങ്ങും. ഇടയ്ക്ക് അവന് തോന്നുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കഴിക്കും. അവൻ കുളിക്കില്ല, വൃത്തിയില്ല, വസ്ത്രങ്ങളൊന്നും മാറ്റില്ല, അങ്ങനെ. അപ്പോൾ അവസാനം ഒരു ദിവസം ഉമ്മ എന്ത് ചെയ്തു നിങ്ങൾ ഇവനിങ്ങനെ ഉറങ്ങണ സമയത്ത് അവൻ്റെ ഈ പുതപ്പ് ഇങ്ങോട്ട് പുതപ്പ് വലിച്ചപ്പോൾ എന്താ കാണുന്ന നിങ്ങൾ, പുതപ്പ് വലിച്ചപ്പോൾ അവൻ ഫുൾ നെയ്ക്കട്ടായി, നഗ്നനായിട്ട് അവൻ മൊബൈല് വീഡിയോ കണ്ടിരിക്കുകയാണ്. എന്ത് വീഡിയോ? പോൺ സൈറ്റ്, അശ്ലീല വീഡിയോ. നിങ്ങൾ ഭയപ്പെടേണ്ട ഏറ്റവും വലിയ കാര്യമാണ് അശ്ലീല വീഡിയോസ്. അശ്ലീല വീഡിയോ കാണാൻ പണ്ടൊക്കെ സൈറ്റോ ലിങ്കോ ഒക്കെ വേണം, ഒന്നും വേണ്ട. നിങ്ങൾ മൊബൈൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും യൂട്യൂബിലൊരു ചെറിയൊരു സംഗതി നിങ്ങൾ കണ്ടു, അത് ഇങ്ങനത്തെ ഒരു കാര്യമാണെങ്കിൽ നിങ്ങൾ അല്പസമയം അത് കാണാൻ കുറച്ച് സമയം നിങ്ങൾ താല്പര്യം കാണിച്ചാൽ നിങ്ങൾ അതിൽ ഇൻട്രസ്റ്റഡ് ആണ് എന്നാണ്. പിന്നെ അൽഗോരിതം നിങ്ങളെ സെലക്ട് ചെയ്യും. എന്ത്? നിങ്ങൾ ഇത് കാണാൻ താല്പര്യക്കാരാണ്.
പിന്നെ നിങ്ങൾ മൊബൈൽ തുറന്നാൽ നിങ്ങൾ ആ കണ്ട അശ്ലീലങ്ങളുടെ പരമ്പരകൾ നിങ്ങൾക്ക് അവർ തന്നുകൊണ്ടിരിക്കും. നിങ്ങളതിന് അഡിക്റ്റ് ആവും. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാം നശിച്ചു പോകും. ഏറ്റവും വലിയ അപകടം നമ്മൾ ലഹരിയെക്കാളും അപകടമാണ്. ലഹരി ഉപയോഗിച്ചാൽ പിന്നെ അത് അവസാനിപ്പിക്കാൻ പറ്റാത്ത പറയും. ലഹരിനേക്കാളും അപകടമാണ് ഇത്തരം അശ്ലീലങ്ങൾ, ലൈംഗിക വൈകൃതങ്ങൾ. പണ്ടൊക്കെ ആൺകുട്ടികളെ കണ്ടിരുന്നുള്ളൂ, ഇപ്പോൾ വ്യാപകമായി പെൺകുട്ടികളും ഉപയോഗിക്കുന്നുള്ള വസ്തുത. ഞാൻ പറയാം, നമുക്ക് രഹസ്യമായി എന്തും ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നാം ചെയ്യുന്നതിൻ്റെ ഫലങ്ങളെ നാം അനുഭവിക്കേണ്ടി വരും. കാരണം സെക്സ് എന്നത് അള്ളാഹു നമുക്ക് അനുവദിച്ച, വിവാഹത്തിലൂടെ അനുവദിച്ച ഒരാസ്വാദനമാണ്. അതെല്ലാ മനുഷ്യനും ആവശ്യമാണ്. പക്ഷേ അത് അവിഹിതമായി ചെയ്യുന്ന ആളുകൾക്ക് വിഹിതമായത്, തെറ്റായ വഴിക്ക് തേടുന്ന ആളുകൾക്ക് ശരിയായത് ലഭിക്കാതെ പോകും. ലൈംഗിക വൈകൃതങ്ങൾ വരും. നമ്മളതിന് അഡിക്റ്റ് ആകും, രോഗികളായി മാറും. ഏറ്റവും വലിയ മാരകമായ തെറ്റാണ്. അള്ളാഹു നിസ്കാരത്തിൽ ഭക്തി വേണം, സക്കാത്ത് കൊടുക്കണം, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം എന്തൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ഒരു വിരോധിച്ച ഒരു കാര്യം എന്താ അറിയോ? വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂന, മുഖ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കുക. എല്ലാ വിശ്വാസികളോടും പൊതുവായി പറഞ്ഞ കാര്യമാണ് നിസ്കരിക്കണം, സക്കാത്ത് കൊടുക്കണം, അതേമാതിരി അനാവശ്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞതാണ് സ്വന്തം ഭാര്യ ഭർത്താക്കന്മാരിൽ നിന്നല്ലാതെ ഒരു നിലക്കുമുള്ള സെക്സ്, ലൈംഗികമായൊരു നോട്ടത്തിൻ്റെ സുഖം പോലും അനുഭവിക്കരുതേ എന്നാണ് ഖുർആൻ്റെ നിർദ്ദേശം. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. 3 കാര്യം ഞാൻ പറഞ്ഞു. നിങ്ങളെല്ലാവരും സമ്മേളനത്തിന് വന്നോലൊക്കെ ഓർമ്മിച്ച് വെക്കണം. ഏതൊരു തെറ്റും, നിസ്സാരമായൊരു തെറ്റ് പോലും നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം ഇല്ലാതാക്കും, മനസ്സിൻ്റെ വെളിച്ചം കെടുത്തും. നിങ്ങൾ നോ എന്ന് പറഞ്ഞ ബോർഡുകളെ മറികടന്ന് പോയാൽ തീർച്ചയായും അത് വലിയൊരു അപകടത്തിലാണെന്ന കാര്യത്തിൽ സംശയമില്ല. നിങ്ങളുടെ ജീവിതത്തിലെ നല്ല സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും നിങ്ങൾക്കില്ലാതായി പോകും. 3ാമത് ഞാൻ പറഞ്ഞു, ഏതൊരു തെറ്റും ഇന്ന് ഒരു പ്രാവശ്യമാണെങ്കിൽ നാളെ അത് 2 പ്രാവശ്യമാകും. ഇന്ന് 1 മണിക്കൂറാണെങ്കിൽ നാളെ അത് 2 മണിക്കൂറാകും. ജീവിതം മുഴുവനും ആ തെറ്റിനു വേണ്ടിയാണ് ജീവിക്കുക. ഒരു മദ്യപാനി ജീവിക്കുന്നത് മദ്യത്തിന് വേണ്ടിയാണ്. ഒരു പോൺ അഡിക്റ്റായ ആൾ ജീവിക്കുന്നത് ആ പോൺ അഡിക്ഷന് വേണ്ടിയാണ്. അതിൻ്റെ അപ്പുറം അവന് ജീവിതത്തിൽ ലക്ഷ്യങ്ങളില്ല, അവന് വേറെ തൊഴിലില്ല. അവൻ്റെ ജീവിതം അതിൽ കേന്ദ്രീകരിക്കപ്പെടും. ഇത്തരം അപകടങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ഗേൾസ് ഈ പ്രായക്കാരായ നിങ്ങളെ ഒരു സമ്മേളനമായി വിളിച്ചത്. അവരാഘോഷിക്കാനല്ല, സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ശക്തി കാണിക്കാനല്ല, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനാണ് എന്ന് ആലോചിക്കണം. അതുകൊണ്ട് നിങ്ങളിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തെറ്റിലേക്ക് ഞാനില്ല എന്ന് തീരുമാനിക്കണം. അതൊരു ശപഥമാണ്, ഒരു പ്രഖ്യാപനമാണ്. എങ്കിൽ മനസ്സിൻ്റെ വെളിച്ചം, സന്തോഷവും നിലനിൽക്കും, അപകടങ്ങളിൽ നമ്മൾ രക്ഷപ്പെടും. നമ്മൾ ഉദ്ദേശിക്കുന്ന പഠനത്തിലേക്കും ജീവിതത്തിലേക്കും ആരാധനകളിലേക്കും നന്മകളിലേക്കും നമ്മുടെ മനസ്സിനെ തിരിച്ചു കൊണ്ടുപോകാൻ നമുക്ക് പറ്റും. അല്ലെങ്കിൽ നമ്മുടെ നിയന്ത്രണങ്ങൾ നമ്മളിന്ന് കൈവിട്ടു പോകും, വലിയ നഷ്ടങ്ങളിലേക്ക് നമ്മളെ എത്തിച്ചേരും. അതുകൊണ്ട് വിശുദ്ധമായൊരു ജീവിതം നയിക്കുവാനും നമ്മുടെ മാതാപിതാക്കളുടെ ആശങ്കകൾ അകറ്റുവാനും നിങ്ങളെക്കുറിച്ച് എന്താണോ നിങ്ങളുടെ മാതാപിതാക്കൾക്കുള്ള ബേജാറ് അതിൽ നിന്ന് അവരെ മോചിപ്പിക്കാനും നല്ലൊരു മുസ്ലിമായി ഇസ്ലാമിക നിയമങ്ങൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുവാനുമുള്ള നല്ലൊരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയാൽ ഈ സമ്മേളനം നിങ്ങളുടെ ജീവിതത്തിനൊരു വഴിത്തിരിവായിരിക്കും. അങ്ങനെയുള്ളൊരു മനം മാറ്റത്തിന് നിങ്ങളുടെ ഈ ഒരു ഒത്തുചേരൽ കാരണമാകട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.